തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. കഷ്ടമാ നോക്കുന്നേ. എല്ലാവരും ഒരു റൂമിൽ കിടക്കുകയും ചെയ്യും. സാധനം വെച്ചെടുത്ത് കാണത്തുമില്ല. ഇതിലും ഭേദം വല്ല ഹോട്ടലിൽ മുറിയിട്ട് ജീവിക്കണ്ടേ അവിടെ. ഒറ്റയ്ക്കിടന്ന് പെറുപെറുക്കണേ. ഇനിയിപ്പൊ നിനക്ക് മാറി താമസിക്കണമെങ്കിലേ അപ്പുറത്തെ ആ ഹോട്ടൽ റൂം ഉണ്ടല്ലോ, അവിടെ എങ്ങാനും പോയി താമസിക്കേ. അയ്യോ, ലച്ചുമോളുടെ മാർഗനിർദ്ദേശത്തിന് നന്ദിയുണ്ട്. എന്റെ ഫോൺ കണ്ടോ? ആ മറ്റേ ചേച്ചിയുടെ ഫോൺ ഇപ്പൊ തന്നെ ഇവിടെ കൂടെ ഇറങ്ങിപ്പോയോളന്നേ. പാവം ജംഗ്ഷനിൽ പോവാൻ തോന്നുന്നുണ്ട്. മഴയത്ത് റെയിൻകോട്ട് പോലും എടുക്കാണ്ടാ പോയത്. എന്തെങ്കിലും ചോദിച്ചാൽ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ തർക്കത്തിനും പറയുന്ന നീ ഒറ്റ ഒരുത്തിയ. ഞാൻ സഹിച്ചു. കൂടുതൽ എവിടെ എണീറ്റേ? അവർ ഓരോന്ന് കൊണ്ടുവന്ന് ഇട്ടോളും ബാഗിനകത്ത്. എണീക്കാൻ എന്തുവാ വേണ്ടി ഇന്നാ നോക്ക്. ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് വരുന്നുണ്ട്. എന്റെ എക്സാം ഫീ അടച്ച റെസിപ്റ്റ് ഉണ്ട്, അത് കാണാനില്ല. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പറാ. ചേച്ചി എപ്പോഴാളപ്പെടാതെ തപ്പി ചേച്ചി. എനിക്കേ പാറുന്റെ ഒരു കഥാബുക്ക് ഈ ബാഗിനകത്തുനിന്ന് കിട്ടിയായിരുന്നു. എന്തോ പരിപാടി? എന്റെ ബാഗിലെങ്ങനെ കൈവച്ച എന്റെ സ്വഭാവം പറഞ്ഞിട്ടല്ലോ. നല്ല ആരെയും പറഞ്ഞത് എനിക്ക് തന്നെ വിനയായ. വലിയ അമ്മച്ചി വർത്താനൊന്നും വേണ്ട കേട്ടോ പാറു. അതെങ്ങനെയാ എല്ലാവരും ചാടക്കി പോയി റൂമിനകത്ത് കിടക്കും. എല്ലാവരും സാധനം ഇതിനകത്ത് തന്നെ. പാറു ഒരു കാര്യം ചെയ്തോ, മര്യാദയ്ക്ക് എല്ലാ സാധനം എടുത്തോണ്ട് അപ്പുറത്തെ മുറി പൊക്കും. ഇവിടെ നിൽക്കൂല. ചേച്ചി അപ്പുറത്തെ മുറി പൊക്കോ. പിന്നെ ഞാൻ പോവാ. നീ ആണെങ്കിൽ പൊക്കോ, ഞാൻ പോവില്ല. ചേച്ചി നീ വരുന്നതിന് മുന്നേ ഈ മുറി എന്റെ ആയിരുന്നു. അപ്പൊ ഞാൻ പോവില്ല. നീ പോയാ മതി. ഫോൺ പാറുവേ, എന്റെ ഫോൺ കണ്ടോ? ഇല്ല, ഞാൻ ചേച്ചിയുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചേച്ചി എന്നെ ചാടി കടിക്കാൻ വരൂലേ. അതുകൊണ്ട് ചേച്ചിയുടെ ഫോണില് ഞാൻ നോക്കോലും ഇല്ല. എന്റെ കണ്ണൂത്ത് പൊട്ടിക്കോന്നാ എന്റെ പേര്. കൊച്ചേ എങ്ങനാ ഇവിടെ ഒരെണ്ണത്തിന് നേരെ വർത്താനം പറയാൻ അറിയത്തില്ല. മാതിരി കൾച്ചർലെസ് ആയിട്ട് വർത്താനം പറയത്തുള്ളൂ എല്ലാണ്ണും. ഇയാളാണല്ലോ പിന്നെ കൾച്ചർ കണ്ടുപിടിച്ചത്. ഞാനാണ്. എന്ത് കുഴപ്പം? ശിവ വഴക്കിടാന്ന് തന്നെ കൊണ്ടുപോയി എന്റെ നമ്പറിലേക്ക് ഒന്ന് വിളിക്കോ. എന്തോത്തിനാ? ആ ഫോൺ എപ്പോഴെങ്കിലും റിങ് ചെയ്തിട്ടുണ്ടോ? എപ്പോഴും സൈലന്റ് അല്ലേ? ഒന്ന് വിളിക്ക്. കഷ്ടോ നോക്കണേ. കണ്ണട കിട്ടി, ഇനി ഫോണും കൂടെ കിട്ടിയ. വിളിക്കുന്നുണ്ട്, നോക്കുകയാണെങ്കിൽ. റിങ് പോണല്ലോ. റിങ്ങും ചെയ്യൂലേ ഫോൺ. എന്നെ കൊണ്ട് വയ്യ, ഇയാൾ തപ്പി കണ്ടുപിടിക്കും എന്നെ. അത് ശരി. അപ്പൊ ഫോൺ ഇവിടെ കൊണ്ടു വെച്ചിട്ടാണ് തപ്പിക്കൊണ്ടിരുന്നത് ചുമ്മാ. ഫോണിന്റെ മുകളിൽ കൊണ്ട് ബാഗ് വെച്ചിട്ട് നിന്ന് കഥ പറയണ. ഫോൺ വല്ലയിടത്തും കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോ ബാഗ് എടുത്ത് വെച്ചെന്നിരിക്കും. പൊന്നു ശിവ, നിനക്ക് നിന്റെ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചൂടെ? ചേച്ചിയുടെ സാധനം വെച്ചൂടെ? അതെന്തൊരു പരിപാടിയാ? തുടങ്ങി അവൻ പോയ മുമ്മ. എന്തോ എന്റെ ബാഗ് എടുത്ത് വലിച്ചെറിയുന്നേ? ആര് വലിച്ചെറിഞ്ഞ്? ഞാനെടുത്ത് ഇതിന് മുകളിലേക്ക് വെച്ചപ്പോ താഴെ വീണതാ. ആണോ? അങ്ങനെ തിരിച്ചെടുത്ത് പോയി ചേച്ചി. കയ്യിലല്ലേ ഇരിക്കുന്ന എടുത്ത് വെച്ചൂടെ? എനിക്ക് സൗകര്യമില്ല, തിരിച്ചെടുത്ത് പോയി. ഇപ്പൊ നീയല്ലേ വലിച്ചെറിയ, അപ്പൊ നീ എടുത്ത് നോക്ക്. ആദ്യം ചേച്ചിയാണോ വലിച്ചെറിയ? ചേച്ചി എടുത്തേക്ക്. അമ്മമ്മക്ക് എന്താ അമ്മമ്മ എന്റെ ബാഗ് വലിച്ചെറിഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന? ശിവനെ ഒരു കാര്യം പറയാം, നീ ചെന്നൈ പോയി വന്നതിന് ശേഷമാണ് നിനക്ക് ഇത്ര അഹങ്കാരം കൂടുതൽ. വാ എടുത്ത് അപ്പ പറഞ്ഞോളൂ ചെന്നൈ ചെന്നൈ ചെന്നൈ. ഇത് കേട്ട് എനിക്ക് മടുത്ത്. ഈ വർത്തമാനം കൊണ്ടല്ലോ എനിക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട്. ഒന്ന് വന്ന് ആരോട് എന്താ പറയണ്ടെന്ന് അറിയത്തില്ലല്ലോ. അഹങ്കാരി, ഇറങ്ങിപ്പോയോട്ടെങ്കിലും. മക്കളെ മുന്തോ മക്കളെ വന്നേ. Siva,
என்னடா லெச்சுக்கு இப்போ ஒரு பிரச்சனையும் இல்ல, அவளோட வலியும் போயிருக்கு. அவ்வளவுதான், விட்டுடு. ഇപ്പൊ കോപം ഇല്ലടാ. എനിക്കുണ്ടോ കോപം? എനിക്കൊരു കോപവും ഇല്ല. എന്റെ ആന്റി വെറുതെ ഒന്ന് ഇങ്ങനെ തൊട്ടപ്പോഴത്തേക്ക് എന്തുവാണ് തല ഇടിച്ചു വീഴുന്നു, മറിഞ്ഞു വീഴുന്നു, ചാവാൻ പോകുന്നു, എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്. ചുമ്മാ ഒരുമാതിരി. വിട്ടട് ശിവ, ഇനി அதை பத்தி எல்லாம் பேச வேண்டாம். எதை பத்தி எல்லாம் பேச வேணாம்? ஐயோ ஒன்னும் இல்லடா கேசு. சிவாவும் லெச்சுமா ஏதா பேசிட்டு இருந்தாங்க. அவங்க சண்டை போட்டாங்க. சிவா வந்து லெச்சுவை பிடிச்சு ஒரு தள்ளு. அவ போய் விழுந்து அவ மண்டை உடைஞ்சது. மண்டை உடைஞ்சதா? ஆமா. ഇത് നീ കേട്ടില്ലേ? മണ്ട ഉടഞ്ചത്. ചേച്ചി ഇപ്പോൾ ഐസിയുലാണ്. കുറച്ചു നേരത്താണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. 8-9 സ്റ്റിച്ച് ഉണ്ട്, 2-3 സ്കാൻ കഴിഞ്ഞു. ഹെവി ഹെഡ് ഇഞ്ചുറി ആണ്, നല്ല ഇന്റർണൽ ബ്ലീഡിംഗ് ഉണ്ട്. ഇനി എന്തെങ്കിലും അറിയണോ സാറിന്? ഡേ അവളൊക്കെ ഒന്നും ഇല്ലടാ, കൊഞ്ചം കമ്മിതാ. എന്റെ പൊന്ന് കേശു, ഞാനൊന്ന് പോയി തൊട്ടു, ഇങ്ങനെ തൊട്ടു, അപ്പോഴേക്കും മറഞ്ഞു വീഴുന്നു, തല ഇടിക്കുന്നു, എന്താണ് മണ്ട പൊളക്കുന്നു, എന്തൊക്കെയാ ഞാൻ ഇവിടെ കാണിച്ചു കൊടുത്തെന്നറിയോ? ഷോ എന്നൊക്കെ പറഞ്ഞ ഇജാതി ഷോ, മണ്ട പൊളന്നു പോലും. വാ ഷോയാ? ഞാൻ എന്ത് ഷോയാണ് കാണിച്ചത്? ഒരു കൂസലും ഇല്ലാതെ നിക്കുന്ന നോക്കിക്ക് എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് മനുഷ്യരെ പിടിച്ച് തള്ളി തലയും പോയി ഇടിച്ച്. ഇതാണ് പറഞ്ഞത് എനിക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാണെന്ന്. തന്നെ, എനിക്ക് അഹങ്കാരം കൂടുതൽ തന്നെ. കേശു, നീ കേൾക്കണം, ഈ വെക്കേഷൻ ഞാൻ വീട്ടിലോട്ട് വരുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. എന്റെ എത്ര ഫ്രണ്ട്സ് എന്നെ വിളിച്ചെന്നറിയോ, വീട്ടിലോട്ട് വാ എന്ന് പറഞ്ഞിട്ട്. അതെങ്ങനാ, ഞാൻ കേട്ടില്ലല്ലോ. പിന്നെ എന്താ പോകാഞ്ഞത്? കൂട്ടുകാരുടെ വീട്ടിൽ പോണോന്നേ നീ തന്നെ തീരുമാനിച്ചാ മതിയോ? ഇപ്പൊ എല്ലാം തന്നെയല്ലേ തീരുമാനിക്കുന്നത്. എപ്പോഴും പറയും 18 വയസ്സായി. ஷோ பாரு, கொஞ்சம் பேசாம இரு. சிவா, நான் சொல்றத கொஞ்சம் கேளு. அக்கா தானே, கெட்டி பிடிச்சி ஒரு சாரி கேட்டா எல்லாமே സോൾവ് ആയിടും. അവളോதான். അയ്യോ, എനിക്ക് കെട്ടിപ്പിടുത്താൻ സോറിയുടെ ആവശ്യമൊന്നുമില്ല. ഇപ്പോഴത്തെ അവസ്ഥയിലൊക്കെ എന്നെ കെട്ടിപ്പിടിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാലേ ഇവള് നെക്കി എന്നെ വാരിയിലും ഒടിക്കും. കേട്ടല്ലോ, മനസ്സിലിരുമ്പോ കേട്ടല്ലോ. ശിവ, നീ ശരിക്കും എന്റെ മേടിക്കേ? അതിനുള്ള തയ്യാറെടുപ്പാണല്ലോ. சிவா, நான் சொல்றது கொஞ்சம் கேளு. നീ ഇതെല്ലാം പേസാതെ, പേസിനാ എങ്കേ മുടിയാത്. അവളോதான். മുടിയാത്, എനിക്ക് നന്നായിട്ട് അറിയാം എവിടെ മുടിയത്തില്ലാന്ന്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. ഞാൻ വൈകിട്ടൊക്കെ ചെന്നൈക്ക് പോവാൻ പോവാ. ചെന്നൈ അല്ലെങ്കിൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മൈസൂര്, ഞാൻ അവളുടെ അടുത്ത് പോകാൻ പോവാ. പോന്ന വഴിക്ക് അങ്ങ് പൊക്കോണം, പിന്നെ ഈ പടി ചവിട്ടിയാക്കരുത്. അല്ല, അമ്മൂമ്മക്ക് വലിയ ഉത്സാഹമാണല്ലോ എന്നോട് ഒന്ന് പറഞ്ഞുവിടാനായിട്ട്. നേരത്തെ പറയുന്നതായിട്ട് ഇറങ്ങിപ്പോന്ന്. ഞാൻ പൊക്കോളാം, അമ്മൂമ്മ ഇത്ര കഷ്ടപ്പെടുവൊന്നും വേണ്ട കേട്ടോ. ഓ, നിക്കുന്ന നോക്കിയായിട്ടേ തൊട്ടോ തലോടെയൊക്കെ. ഞാൻ എന്തെങ്കിലും കാണിച്ച് ഇറങ്ങിപ്പോ. ചേച്ചി എന്ത് കാണിച്ചാലും പിന്നെ പൊന്നു കൊച്ചുമോളാണല്ലോ. 24 മണിക്കൂർ ലൊച്ചുമോളെ പറഞ്ഞിട്ട് ലൊച്ചുമോൾ ഇറങ്ങിക്കോളും. പൊന്ന് ശിവ, നിർത്താതെ നിന്റെ ഈ ഷോയൊക്കെ. എന്തോന്നത്? ഓ, ശിവാനി പിന്നെ ഹോസ്റ്റലില് കൂട്ടുകാരുടെ കൂടെ സിംഗിൾ റൂമിലൊക്കെയാണല്ലോ താമസം. നമ്മളെവിടെ പാവം ഈ കുഞ്ഞു മുറിയിൽ നമ്മുടെ കൂടെയൊക്കെ നിൽക്കാനുള്ള താല്പര്യം നമുക്ക് കാണും. ഞങ്ങളെല്ലാരും ഒറ്റ മുറിയിൽ ഇടുങ്ങിയാണ് കിടക്കുന്നത്. അതെല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ശിവചേച്ചി ആള് മാറി. പാറു, നീ മിണ്ടായി ചേച്ചി ഒന്ന് പോയേച്ചി. ശിവ, ഡേ പോയി ഫുഡ് കഴിച്ചല്ലേ, കനാൻ്റെ ഫുഡ് കൊടു. ചെല്ലോണേ. നീ വലിയ മധ്യസ്ഥ വഹിക്കാൻ വരില്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം നിനക്ക് ഇപ്പോഴും ചേച്ചിയോടാണല്ലോ ഒരു ചായ്വ്. പണ്ട് എന്തോ ആയിരുന്നു, 24 മണിക്കൂറും ചിവ എന്ന് പറഞ്ഞ എന്റെ പുറകെയായിരുന്നല്ലോ നടന്നിരുന്നത്. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ടും ലച്ചു ചേച്ചി തന്നെയായിരുന്നു കേശുവിന്റെ ജീവൻ, അല്ലടാ? എന്ത്? ഒന്നുമില്ല. ആ, ഇത് വാടക വീടാണേ. തന്നെ മനപ്പൂർവ്വം തട്ടിയിട്ട് പോയതാണ്. അത് വായും വെച്ചോണ്ട് മിണ്ടായിരിക്കണമായിരുന്നു. ആടെ വീടാണ് ഒരു ശിവ. ചേച്ചി ഒരു പൊടിക്ക് പ്ലീസ് ഒന്ന് അറിയിക്കൂടെ? പറ്റില്ല. അല്ല, ഒരു പൊടിക്ക്. ഓ, അപ്പൊ ഞാനാണല്ലോ ഇവിടുത്തെ പ്രശ്നക്കാരി. ശരി, ഞാൻ കുഴപ്പത്തേക്ക് പോക്കോളാം. അപ്പൊ ഇവിടുത്തെ പകുതി പ്രശ്നം മാറുമല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം അമ്മൂമ്മ. കനകാന്റി പറഞ്ഞ കാര്യം എടുത്ത് ഞാൻ ഒരു കാര്യം എല്ലാവരുമായിട്ട് പറഞ്ഞേക്കാം. ഞാൻ ഇവിടെ മിണ്ടായിരിക്കണം എന്നും പറഞ്ഞോണ്ട് ഇവിടെ കിടന്ന തുള്ളല്ലേ. സൗണ്ട് കളഞ്ഞത് വേസ്റ്റ് ആയില്ലേ ഇതിപ്പോ? புது வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் அணைகின்றது. நானா நானா நானா.
சிவா കഴിക്കാനൊന്നുമില്ലേ? ஐயோடா நீ சாப்பிட வருவேன்னு நான் எதிர்பார்க்கவே இல்ல. ഇതെന്തോ ഒരെണ്ണം. சிவா இதுல 7 இருந்தது. கேசு சாப்பிட்டான், ஒண்ணுதான் மிச்சம் வச்சிருக்கான். എന്നാ പിന്നെ ഇതും കൂടെ അവനും കഴിച്ചാ പോരായിരുന്നു. ഇതെങ്ങനാ ആരെന്താ കഴിക്കുന്നേ? കഴിക്കണത്തൊക്കെ നോക്കി നടക്കാനുള്ളത്. சிவா நீ வருத்தப்படாதே, நான் சூடு சூடா உனக்கு தோசை சுட்டு தரேன். വേണ്ട ആന്റി, ആന്റി എന്നോട് പണി നോക്കുക. അറിയാണ്ട് കൈ തട്ടിയതാ. தெரிஞ்சது எனக்கு, நான் எடுத்து வைக்கிறேன். எடு. ഇതെന്തോന്നാ ഇത്? ദേഷ്യത്തിൽ അടുക്കള തല്ലി തകർക്കൂ? അമ്മമ്മ കൈ തട്ടി പാത്രം താഴെ വീണതാണ്. ഞാൻ ദേഷ്യത്തിൽ ഒന്നും ചെയ്തതല്ല. ஆமாமா, அவள் தெரியாதனமா அவளோட கையில இருந்து விழுந்தது. கேசு இருக்கான்ல, இதுல தோசை முழுசா சாப்பிட்டு ஒண்ணுதான் மிச்சம் வச்சிருக்கான். அத சொல்லிட்டு இருந்தோம் நாங்க. ഓ അപ്പൊ ആ ദേശത്തിലാണ് ചേച്ചി പാത്രമൊക്കെ വലിച്ചെറിഞ്ഞത്. എന്തൊരു ദേശവും നാപ്പടെ ഒരു ദോശ ഞാൻ ബാക്കി വെച്ചില്ലേ? നീയൊക്കെ ഡയറ്റ് അല്ലേ? ഒരു ദോശ പോരെ നിനക്കൊക്കെ? എന്നാ പിന്നെ എന്തിനാ പാത്രം ബാക്കി വെച്ചത്? അതുകൊണ്ട് എടുത്ത് കഴിച്ചോടായിരുന്നു. ഇതിന് മറ്റേ കൊണ്ടു കൊടുക്കും മെറിലിന്. കൂടുതലെടുത്ത് തിളക്കരുത് കേട്ടാ. എന്തോന്നത് വന്നിപ്പോ ചേച്ചിന്നില്ല അമ്മൂമ്മന്നില്ലാണ്ടാണ് സംസാരമൊക്കെ. തോളത്ത് കൈയിട്ട് കിടക്കണമെന്നും പറഞ്ഞേ തലേ കയറി നിരങ്ങാ വരരുത്. லெச்சு, அவ தெரியாதனமா அவளோட கையில இருந்து விழுந்தது, அவ்வளவுதான். കനകം, നീ ചുമ്മാ അവളെ രക്ഷിക്കാൻ വേണ്ടി പറയല്ലേ? ഇത് മനഃപൂർവ്വം ചെയ്തതാ. இல்லம்மா, நான் சொல்றேன். ആന്റി മതി. ആന്റിക്ക് എനിക്ക് സത്യം അറിയാലോ, അത് മതി. അമ്മമ്മ കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാനിത് മനഃപൂർവ്വം ഇങ്ങനെ ഉടയ്ക്കാൻ വേണ്ടിയിട്ടതാണ്. സന്തോഷായില്ലേ? പെണ്ണേ കൂടുതലെടുത്ത് തിളക്കരുത് കേട്ടാ. നിന്നെ ശരിയാക്കാൻ അറിയാൻ പാടാത്തോണ്ടല്ല, പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഞാൻ അന്നേ പറഞ്ഞതാന്നോ പുറത്തെങ്ങും പഠിക്കാൻ വിടരുതെന്ന്? അന്നേരം ആരും കേട്ടില്ല. എന്തൊരു അഹങ്കാരമാ ഇപ്പൊ ഇത്രേ. അപ്പൊ കുറച്ചുകൂടെ കഴിയുമ്പോ എന്തുമായിരിക്കും? അപ്പൊ എല്ലാരും പഠിച്ചോളും. പ്രാവമ്മ, കുറച്ചും കൂടെ പ്രാവ്. സ്വന്തം കൊച്ചുമോളല്ലേ, ആർക്കാ നഷ്ടം? പ്രാവിക്കോ, ശാപിക്കോ, വാ ശാപിക്കോ, വാ. നീ ഇവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ കൂട്ടാലമ്പാവും. നീ ഇങ്ങ് വന്നേ. ഓ ഇല്ലെങ്കിൽ ഇവിടെ കൂട്ട തല്ല് കിടക്കും. എടാ കൂട്ടത്തല്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇവിടെ നിൽക്കുന്നത്. വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഏതെങ്കിലും കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് ഇവിടെ നിന്ന് പോകണം. അതിനൊന്നും അമ്മൂമ്മ സമ്മതം മൂളിക്കഴിഞ്ഞാൽ ആ നിമിഷം ഇവള് പെട്ടിയും കിടക്കൊക്കെ എടുത്ത് ഇവിടുന്ന് സ്ഥലം വിടും. കൊറേ നേരം ഈ പറയുന്ന മുഴുവൻ കേട്ട് ഞാൻ സഹിച്ചിരിക്കുവാണ് കേട്ടല്ലോ. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ചേച്ചി ഒരു കാര്യം ചെയ്യും, ഞാൻ ഇവിടെ നിൽക്കുന്ന ചേച്ചിക്ക് പിടിക്കുന്ന നീ പറ, ഞാൻ ഇറങ്ങി പോവാ. അതെ, ഞാനിവിടെ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ അത് ആദ്യം പറ. ஷோ, என்ன இது? யாரும் போகாதீங்க, நான் மதுரைக்கு போறேன், அதுதான் நல்லது. ടിക്കറ്റ് ഞാൻ ഇപ്പൊ ബുക്ക് ചെയ്ത് തരാം. അല്ല പിന്നെ കനകന്റെ ഇവിടെ ഫസ്റ്റ് മിണ്ടായി. ശിവ വാ തുറക്കരുത് നീ കേട്ടല്ലോ. എന്റെ പൊന്നു വെച്ച് ഇവിടെ ഇഷ്ടം പോലെ പണിയിടൊന്ന് ഇറങ്ങി പോവോ? ഇയാള് കൊറേ നേരോട് പറയുള്ളൂ ഇറങ്ങിപ്പോന്ന്. ചേച്ചി ഇറങ്ങിപ്പോ. എന്റെ മനസമാധാനത്തിനെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാണ് നല്ലത്. പോ ചെല്ലേ പോ. ஐயோ சிவா, அவன் நிஜமா குழுப்பணத்துல போவா. ആണോ? ഇനിയിപ്പോ എന്ത് ചെയ്യും നമ്മള്? പുറകെ ഓടാ. ചെല്ലേ പോ. എന്താ പോകുന്നില്ല ആരും? അയ്യോ വിളിച്ചോണ്ട് വരണം കൊച്ചുമോളെ. ചെല്ലമ്മ പോ. ശിവ നീ ഒരു പൊടിക്കടങ്ങടാ പ്ലീസ്, ഒരു പൊടിക്ക്. ഞാനൊരു പൊടിക്കടങ്ങിയ ഈ വീട്ടിലെ പ്രശ്നമൊക്കെ തീരുമല്ലേ? അല്ലെങ്കിൽ ഞാനാണല്ലോ ഈ വീട്ടിലെ പ്രശ്നം. ഞാൻ ഒതുങ്ങാം. കഴിഞ്ഞു തീർന്നില്ലേ? சிவா ப்ளீஸ். கேசு வா, கேசு நான் சொல்றத கேளு. ചാച്ചി லெச்சு இங்க இல்லடா. டேய், இங்கேயும் இல்ல. ஒருவேளை இறங்கி போயிருப்பாளோ? ഓടിച്ചു വിട്ടോ? ഇത് ഞാൻ പറപ്പിച്ചു വിട്ടു. എന്താ കൊച്ചേ, നീ ആ റോഡിലെങ്ങാനും ചെന്നൊന്ന് പോയി നോക്കിട്ട് വന്നേ, അവിടെ എങ്ങാനും ഉണ്ടോന്ന്. അമ്മൂമ്മ ആദ്യം വീട് മൊത്തം നോക്കിട്ട് വരെ ഞാൻ റോഡ് വരെ പോയി നോക്കണത്. ലച്ചാച്ചി എവിടെ പോ? അയ്യോ എന്താ? நான் நினைச்சேன் நீ குழிப்பழத்துல போயிருப்பேன்னு. ആ കുഴിപ്പളത്ത് പോവും, പക്ഷെ ഇപ്പഴല്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട്. ഇപ്പൊ അങ്ങോട്ട് പെട്ടെന്ന് കയറി ചെന്നാലേ അവിടുത്തെ അമ്മയ്ക്ക് മനസ്സിലാവും ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് കയറി ചെന്നതാന്ന്. പിന്നെ ഇവിടെ ഒരെണ്ണം തിരിഞ്ഞു നിൽക്കുവാണെന്ന് അവളെ അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ലേ? லெச்சு, அவளோட கோவம் எல்லாம் அடங்கிடும்டா, வருத்தப்படாத. അങ്ങനെ ഒന്നും അടങ്ങത്തില്ല. ഇത് വേറെ ചിന്തയാ കനകം. നമ്മളെ എന്തൊക്കെയോ ആയി എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാലേ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ലെന്നേ. ഞാനൊന്നും മിണ്ടാൻ വരുന്നില്ല. വയസ്സെന്ന കാലത്ത് കൊച്ചുമക്കടെ കയ്യിൽ നിന്ന് അടി കിട്ടിയെന്ന് പറഞ്ഞാലേ നാണക്കേടാ, പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അമ്മൂമ്മ എന്തൊക്കെ പറയണത്? എടാ അങ്ങനെയൊക്കെയാ വളർന്നു വരുമ്പോ ഓരോരുത്തരുടെ പെരുമാറ്റങ്ങള്. ഇവിടെ കളിയും ചിരിയൊക്കെ ഇച്ചിരി കൂടിപ്പോയി.
ആളും തരവും അങ്ങ് മാറിയും പോയി. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ അടി കിട്ടാനും സാധ്യതയുണ്ടെന്ന്. അമ്മൂമ്മ എന്തെങ്കിലും ചെയ്താണ്ടല്ലോ. ആ നിങ്ങളിവിടെ എന്തുവിടെ കാണിച്ചോണ്ടിരിക്കുന്നേ? നാടകോ? ഇത്ര ഓവറാക്കേണ്ട ആവശ്യമൊന്നുമില്ല അമ്മൂമ്മ, കുറച്ച് കുറയ്ക്ക്. சிவா கொஞ்சம் நிறுத்து, எனக்கு கெட்ட கோவம் வரும். என்ன இது அப்படியே பேசிட்டு போற? நான் இங்கேத்த ஃபேமிலி மெம்பர் எல்லாம் இல்ல, மதுரையில இருந்து வந்தவதா எனக்கு தெரியும். ஆனா நீ என்ன ஆன்ட்டி தானே கூப்பிடுற, அதனால நான் சொல்ற பேச்சு நீ கேட்டுதான் ஆகணும். அடங்கு, அதான் எனக்கு சொல்றதுக்கு இருக்கு. സ്വന്തം വീട്ടുകാരെ പോലും വക വെക്കാതെയാണ് വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നത്. എൻ്റെ ആൻറ്റിയുടെ നല്ലതിന് വേണ്ടിയിട്ട് പറയാ. ഇവളുടെയൊക്കെ അടുത്തേ ഒന്നും പറയാതിരിക്കുന്നതാണ് ആൻറ്റിക്ക് നല്ലത്. ചേച്ചി, ഞാൻ പറഞ്ഞാ കൂടി പോ. അവസരം മുതലെടുക്കുവാണല്ലേ. ഞാനങ്ങ് പടവലത്ത് പോയാലോ എന്ന് ആലോചിക്കുക. അതാകുമ്പോ കുറച്ച് സ്വസ്ഥ മനസ്സമാനം കിട്ടുമല്ലോ. പോടാ ചെല്ല്. നിനക്ക് സ്വസ്ഥത മനസ്സമാധാനമാണല്ലോ വേണ്ടത്. നീ ഒരു കാര്യം ചെയ്യ്, പടവലത്ത് ചെന്ന് ആ ആറ്റിന്റെ കരയിൽ പോയിരിക്കും. അവിടെ ആവുമ്പോഴത്തേക്കും മെർലിനെയോ അലീനെയോ ആരെയാണെങ്കിലും വിളിച്ച് തൊള്ളാലോ. നമ്മൾ ആരും ശല്യപ്പെടുത്താൻ വരത്തുമില്ല. സാറിനൊന്നും അറിയാൻ വേണ്ട. പോരെ, അത് പോരെ നിനക്ക്. ഞാൻ ഈ സമയത്തൊന്നും മിണ്ടണ്ടെന്ന് വിചാരിച്ചാണേ. എന്തിനും മിണ്ടാതിരിക്കുന്നത്? എല്ലാരും നിരന്നിരുന്ന് ഓരോന്നൊക്കെ പൊടി പിടിച്ചോണ്ടിരിക്കുവല്ലേ. നീയും പറ വായി തോന്നിയതൊക്കെ. ശിവചേച്ചി പൊടിക്ക് ഓവറാണേ, നിർത്തിക്കോ. ആർക്ക് വേണോ എന്ത് വേണോ എന്നെ പറയാം. അതൊന്നും ഇവിടെ പ്രശ്നമില്ല. ഞാൻ മാത്രം വാ തുറക്കാൻ പാടില്ല, അത് പ്രശ്നമാണല്ലോ ഇവിടെ. എല്ലാരും പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞ് ഇനി ഒരു മനുഷ്യന് വാർന്നുമില്ല. ഞാൻ വാ തുറന്നു കഴിഞ്ഞാൽ അറിയാലോ. പിന്നെ വാ തുറക്കാൻ വാ അടപ്പിക്കാനും എനിക്കറിയാം. ഇത് ചെറിയണേ, ഞാനൊന്നും പറയുന്നില്ലപ്പോ. എന്തെങ്കിലും കാണിക്ക്. മെനങ്ങാന്ന് വരെ പെറ്റിക്കോട്ട് വിട്ടോണ്ട് അമ്മൂമ്മയെന്നും പറഞ്ഞോണ്ട് എന്റെ പുറകെ നടന്നതാ. ഇപ്പൊ ബുദ്ധി കൂടിപ്പോയപ്പോഴേ അഹങ്കാരവും കൂടി. വാതിലടച്ച് ഞാൻ മുറിയിലോട്ട് കയറാൻ പറ്റും. ഈ കാവലിരിക്കണ അവൾ തുറന്നില്ലേ? 2-3 പ്രാവശ്യം തട്ടി. എന്നിട്ട് ലാസ്റ്റ് പ്രാവശ്യം വിളിച്ചപ്പോ പറഞ്ഞ് ഇനി വിളിച്ചു കഴിഞ്ഞാ അപ്പൊ തന്നെ എന്നെ ഒന്ന് ശരിയാക്കുമെന്ന്. എന്നാ പിന്നെ നീ ഇനി വിളിക്കാൻ നിൽക്കണ്ട. അവൾ ഒന്നാമതേ കലിയെടുത്തിരിക്കുകയാണ്. അവള് കലി എടുത്തല്ലോ, എല്ലാവിടെ കലി കയറ്റിയതല്ലേ. വിളിക്കല്ലേ, അവള് മണ്ട അടിച്ചു പോണം. അതല്ലേ ഞാൻ വിളിക്കാതിരിക്കുന്നേ. വിളിക്കായിരുന്ന നിനക്ക് വേണ്ട. പാറുവേ, ഞാനങ്ങ് പടവലത്തങ്ങ് പോയാലോ എന്ന് ആലോചിക്കുക. ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. എന്തായാലും നീ ഒന്നും പറഞ്ഞോ, പിന്നെ എനിക്ക് കുറച്ച് സമാനം വേണം. ഞാനും വരും. ബാഗ് എടുത്തോണ്ട് എവിടെ പോണു? എവിടെ പോയേച്ചി? ഈ ലോകത്ത് പോകാനായിട്ട് കുറെ സ്ഥലം ഉണ്ടല്ലോ. ഭൂമിങ്ങനെ നിരന്ന് വരുന്ന കിടക്കുമല്ലേ. ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. ശിവ ശിവ എന്തോന്ന്? എന്തിനാ അമ്മുമ്മയെ വിളിക്കുന്നേ? ഞാൻ നെയ്യാറ്റിൻകരയിൽ പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാ, നിലമ്പൂര്. പോകാൻ ഇറങ്ങിയോ? നെയ്യാറ്റിൻകരയിൽ പെർമിഷൻ മേടിച്ചിട്ടുണ്ടെന്ന്. ആരോട് പെർമിഷൻ മേടിച്ചാലും ഇപ്പം ഇവിടുത്തെ ഗ്രഹനാഥ ഞാനാ. എന്റെ പെർമിഷൻ ഇല്ലാതെ പോന്നെ എനിക്കൊന്ന് കാണണം. അമ്മുമ്മ എന്തിനാ കിടന്ന് ബഹളം വെക്കുന്നേ? ഞാൻ ഇവിടുന്ന് പോകാനുള്ള ഏറ്റവും വലിയ കാരണം അമ്മുമ്മയാണ്. എന്നെ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നതും ചീത്ത പറഞ്ഞൊക്കെ അമ്മുമ്മ തന്നെയാണ് ഇവിടെ. என்ன சிவா இப்படி எல்லாம் அம்மாவை சொல்ற? அம்மா எல்லாரையும் திட்டுவாங்க, ஆனா அது பாசத்தினால, മനസ്സിൽ എല്ലാം വെച്ചുക്ക മാട്ടാങ്ക. അയ്യോ, പാസത്തിനെ പറ്റിയൊന്നും പറയല്ലേ ആന്റി. എനിക്ക് മതിയായി, മടുത്തു. ഇത്രയ്ക്ക് അഹങ്കാരമാണെങ്കിൽ പോട്ടേതേ, എന്തിനാണ് പിടിച്ചു വെക്കണേ? എന്തോ എന്തോ അഹങ്കാരം? എനിക്ക് തന്നെ ചേച്ചി, എനിക്കാണ് അഹങ്കാരം. എനിക്ക് അഹങ്കാരം എന്നുള്ള ടൈറ്റിൽ വാങ്ങി തന്നെ ചേച്ചിയാണല്ലോ. സന്തോഷം, നന്ദിയുണ്ട് കേട്ടോ. എന്താ
എന്തായാലും പോകാൻ ഇറങ്ങിയതല്ലയോ, പോ. പോവാ അമ്മൂമ്മ. ശിവ 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 എന്തോന്നടി നീ ഇത് എവിടെ പോണ്? നീ ആ ബാഗ് എടുത്തേ. ഞാൻ ഇവിടെ മലവള നിൽക്കണില്ലേ? നീ കയ്യട് കയ്യട്. വേറെ ആര് പറഞ്ഞാലും ഞാൻ ഫോട്ടോ വെക്കും കേശുവേ. പക്ഷെ നീ പറയരുത്. നീ മാറിപ്പോയടാ. നീ വേറെ ആരോ ആയിപ്പോയി. എനിക്ക് നിന്നെ അറിയത്തില്ല. നീ പോ. എന്തായാലും ഞാനാണല്ലോ ഇപ്പൊ ഇവിടുത്തെ അധികപ്പറ്റ്. ഞാനിങ്ങ് പോയേക്കാം. അപ്പൊ ഇവിടെ എല്ലാവരുടെ പ്രശ്നവും തീരും, മനസ്സമാധാനം തിരിച്ച് കിട്ടുകയും ചെയ്യും. പിന്നെ ദൈവത്തെ ഓർത്ത് ആരും എന്നെ വിളിക്കണ്ട. ഞാനോട്ട് അങ്ങോട്ടും വിളിക്കത്തില്ല, നിങ്ങളോട്ട് ഇങ്ങോട്ട് വിളിക്കാൻ വേണ്ട, കേട്ടല്ലോ? എനിക്ക് വിളിക്കാലോ. എങ്ങാനും വിളിച്ചാ പാറു സ്വഭാവം അറിയും. കൊച്ചെ കൊച്ചെ കൊച്ചെ, ഷോ കാണിക്കാം, പക്ഷെ ഓവർ ഷോ കാണിക്കും. ചാച്ചിന് മിണ്ടി പോലുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ എവിടെ പോണി? നീ എവിടെ പോണ്? ഓ ഞാൻ മാറിപ്പോയെന്നല്ലേടി. നീ ബാഗ് ഊരിക്കേ. ബാഗ് ഊരി ശിവ. ബാഗ് ഊര് ഊര് ബാഗ് ഊര്. നീ എവിടെ പോണു? ശിവ, എന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ വീട്ടില് നിന്നെ ഞാൻ മനസ്സിലാക്കണ പോലെ ഒരൊറ്റ മനസ്സിന് മനസ്സിലാക്കിയിട്ടില്ല. കൊച്ച നിനക്ക് കാര്യം അറിയൂടി. നീ ചെന്നൈ പോകുമ്പോഴേ എല്ലാ ദിവസവും നിന്നെ പറ്റി ആലോചിക്കും. വേറൊരാളെ പറ്റി ഞാൻ ആലോചിക്കാറില്ല. എല്ലാ ദിവസവും മറക്കാതെ എന്റെ കൊച്ചു ഫുഡ് കഴിച്ചോ, അതാണോ ഇതാണോ ചോദിച്ചോക്ക്. ചേച്ചിന് ചോദിച്ചോക്ക്. നീ മകളെ, നീ എന്നോട് വേറെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. ഞാൻ മാറിപ്പോയെന്ന് നീ പറയല്ലേ. ഞാൻ എന്താന്നറിയൂടി നിന്നെ ഇന്ന് കുറച്ച് അകന്ന് നിന്നേ. നീ എന്നെ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോന്ന് എനിക്ക് തോന്നിയുണ്ട്. എന്റെ കൊച്ചു സ്വന്തം കാലിൽ നിൽക്കണമെന്ന് എനിക്ക് തോന്നിയുണ്ട്. ഈ സഹോദരങ്ങളാണെങ്കിൽ പോലും നമ്മളെ കൂട്ടുകാരെ പോലെ അല്ലേടി. അതെ, എല്ലാവരുമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇത് എന്റെ കൊച്ചാണ്. എന്റെ പിള്ളേരെല്ലാം പറയാൻ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അറിയാല്ല, ഏറി കേട്ടിഞ്ഞല്ലേ ചേച്ചി. ശിവ എവിടെ പോണോ അവിടെ കേസ് കാണും. അതിപ്പോ ജീവിക്കാനായാലും ശരി തന്നെ, മരിക്കാനായാലും ശരി തന്നെ, കേട്ടല്ലോ? എന്നാലേ ഇപ്പളേ ഒരു ഷോഡ നാരങ്ങ വെള്ളം അടിക്കാൻ പോയാലോ? സൂപ്പർ ആയിരിക്കും. എന്നാ വാ. കരഞ്ഞ അതിന്റെ ഇടയ്ക്ക്. ശിവചേച്ചിയും കേശുവാണ് മച്ചന്മാരും. ചേച്ചി ആരായി? ഓ, നമുക്കൊന്നും ആരുമില്ലേ. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.